എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് ടില്ലിക്കൊമ്പൻ വഴുതന. ഇത് 1.5 അടി വരെ നീളത്തിൽ വളരുന്ന ഒരു വഴുതനയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനയാണ് ഇത്. ഇതിൽ കുരുവൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ. പച്ച നിറത്തിൽ കണ്ട ഇതേപോലെ നീളത്തിലാണ് ഈ വഴുതന വളരണത്. പിന്നെ ഇതിന്റെ ചെടി എന്ന് പറഞ്ഞാല് ഒരു 5 മീറ്റർ വരെ ഉയരത്തിൽ വളരണ ഒരു ചെടിയാണ് ഇത്. നല്ല പൊക്കത്തിൽ വളരും. പിന്നെ 5 വർഷം വരെ നമുക്ക് വിളവ് തന്നെ ഒരു വഴുതനയാണിത്. അപ്പം നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ ഒരു വഴുതനയാണ്. കുരുവൊക്കെ വളരെ കുറവായിരിക്കുള്ളൂട്ടെ ഇല്ലിക്കൊമ്പൻ വഴുതനയിൽ. പിന്നെ ഒരു നാടൻ വെറൈറ്റിയാണ് ഇല്ലിക്കൊമ്പൻ. അപ്പൊ നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമുക്ക് വിത്ത് എടുത്ത് വെച്ച് പിന്നീട് നമുക്ക് നടുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടാലും കിളിർക്കണ വഴുതനയുടെ ഒരു വെറൈറ്റിയാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വഴുതന നിങ്ങൾക്ക് നട്ടാലറിയാലോ, വഴുതന നട്ട് പൂവും കായൊക്കെ ആയി വരുമ്പോ വാട്ടരോഗം വന്ന് പോക്കാണ് വഴുതന ചെടിയിൽ. പക്ഷെ വാട്ടരോഗത്തെയൊക്കെ ചെറുക്കണ ഒരു വഴുതനയുടെ ഇനമാണ് ഇല്ലിക്കൊമ്പൻ വഴുതന എന്ന് പറഞ്ഞാല്. ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചാൽ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. നമുക്ക് മണ്ണിലും നടാം, ഗ്രോ ബാഗിലും നടാം, ചട്ടിയിലൊക്കെ നടാം. അത് എവിടെ നട്ടാലും ഒരേപോലെ വിളവ് തന്നെ വഴുതനയാണ്. പിന്നെ ഇതിന് പരിചരണം കുറച്ച് നന്നായിട്ട് നമ്മ കൊടുക്കണം. നമ്മ കറക്റ്റ് ഇപ്പൊ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇതിപ്പോ ഞാൻ നട്ടിട്ട് 1 മാസമായിട്ടുള്ളോട്ട് ഈ വഴുതന ചെടികൾ കേട്ടാ. ഇപ്പൊ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് വഴുതന ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കുറച്ചധികം വഴുതന ചെടി ഞാൻ നട്ടിട്ടുണ്ട് ഇല്ലിക്കൊമ്പന്റെ. അപ്പൊ എല്ലാരും പൂവൊക്കെ ഇട്ട് വന്നുണ്ട്, കായായിട്ട് വന്നുണ്ട്. വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടാ. കാര്യമായിട്ട് പരിചരണം ഇപ്പൊ കൊടുത്തിട്ടില്ല. നട്ടപ്പ അടിവെള്ളം ഇട്ട് ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ മണ്ണും കരിയിലൊക്കെ നിറച്ചാണ് നട്ടത്. പിന്നെ കടലപ്പിണ്ണാക്കിന്റെ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 2 പ്രാവശ്യം. അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ കണ്ട നമുക്കിത് നന്നായിട്ട് തന്നെ വീട്ടില് വളർത്താൻ പറ്റിയൊരു എണ്ണമാണ്. നമുക്കറിയാലോ, വഴുതനയൊക്കെ നട്ടേനാ പിന്നെ നമുക്ക് ഈ ഒരു വഴുതന നട്ടേനാ പിന്നെ ഒരു 5 വർഷം വരെ പിന്നെ നമുക്ക് വീട്ടിൽ വഴുതന മേടിക്കുകയും വേണ്ട. 5 വർഷം വരെ നിൽക്കണ ഒരു വെറൈറ്റിയാണ് ഇല്ലിക്കൊമ്പൻ. അപ്പൊ ഇല്ലിക്കൊമ്പൻ വഴുതന നമുക്ക് വിളവെടുക്കാം. കണ്ട നമുക്കിപ്പോ 1 മാസമായിട്ടുള്ള ഈ ചെടി നട്ടിട്ട് ദൂരം വന്നേക്കണ കണ്ടില്ലേ. ഏകദേശം ഇത്രയും നേരം വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇത് എത്ര നാളുകൊണ്ട് ഇപ്പൊ 5 വർഷമൊക്കെ നിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വളരും. നമുക്ക് കണ്ട എന്തോരം നീളുണ്ടോ നോക്കിയത്. ഇത് ഇത്രയും നീളം പറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നിർത്തിക്കാൻ ഇനിയും കുറച്ചും കൂടെ നീളം വെക്കും. പക്ഷെ ഇപ്പൊ നിങ്ങക്ക് വേണ്ടി വിളവെടുത്ത് കാണിച്ചാണ്. കണ്ട നല്ല നീളത്തില് വളരണ വഴുതനയാണ്. കണ്ട ഇതും നമുക്ക് വിളവെടുക്കാം. അപ്പൊ ചെടിമേലി വഴുതനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അവണ വിളവെടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ചെടിയിൽ വിളവ് കുറയും. അപ്പൊ കണ്ട ഇതൊക്കെ നമുക്ക് നല്ല നീളത്തിലുള്ള വഴുതന. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാട്ടെ. ഇതിൽ കുരുവൊക്കെ കുറവാണല്ലേ. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല മാംസമുള്ള നല്ല നമുക്ക് കട്ട് ചെയ്യുമ്പോ തന്നെ അറിയാം. നമുക്ക് ഇതിന്റെ കണ്ട ഇതില് കുരുവൊക്കെ കുറവാണ്. കണ്ട ഇതൊക്കെ നല്ല മാംസമുള്ള ഭാഗങ്ങളാണ്. കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനയാണ്. കണ്ട അപ്പൊ നമുക്ക് ഒരു ഇല്ലിക്കൊമ്പൻ വഴുതനയൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് 5 വർഷം വരെയാണ് ഈ വഴുതന നിൽക്കണത്. അപ്പൊ നമുക്ക് വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് ഈ വഴുതനയൊക്കെ കൃഷി ചെയ്യാനായിട്ട്. പിന്നെ വഴുതന ഒക്കെ നമുക്ക് എന്തായാലും വീട്ടിൽ ഡെയിലി സാമ്പാറിലും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും ബജി ഉണ്ടാക്കാനും നമുക്ക് ഇത് വറുക്കാനൊക്കെ മീൻ വറുക്കണ പോലെ വറുക്കാനൊക്കെ പറ്റിയാണ് വഴുതന. അപ്പം വഴുതന എന്തായാലും വീട്ടില് ഒരു 2 ചൂട് വഴുതന വെച്ചാൽ മതി ഇല്ലിക്കൊമ്പനൊക്കെ ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. നമുക്ക് കടയിൽ പോയി മേടിക്കുകയും വേണ്ട. വലിയ പരിചരണം വേണ്ടാത്ത ഒന്നാട്ട വഴുതന. മറ്റുള്ള വിളകൾ പോലെ പരിചരണം കുറവ് മതി വഴുതനക്ക്. അപ്പൊ എല്ലാവരും വഴുതനയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.